റഷീദ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് 300 കിട്ടി. അന്ന് തന്നെ എന്നെ രാത്രി വിളിച്ചിട്ട് പറയാണ്, ഡോക്ടറെ എൻ്റെ ജീവിതം അവസാനിച്ചോ, ഞാൻ മരിച്ചു പോവോ എന്നൊക്കെ. ശരിക്കും ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ എൻ്റെ ക്ലിനിക്കിൽ എല്ലാ ആഴ്ചയിലും കാണുന്നതാണ്. ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യും, കൂടിക്കാണും, അവർ ഭയങ്കരമായിട്ട് പാനിക്കാവും. ശരിക്കും ഇതൊരു എമർജൻസിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എമർജൻസി അല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അപ്പം തന്നെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൂടിക്കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ബേജാറ് മാത്രമാണ് ഈ ഒരു സംഭവം. എന്താണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 300 എന്ന് ഉള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ മാസങ്ങളായിട്ടോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ടോ ആ ഷുഗർ അങ്ങനെ കൂടി നിന്നിട്ടുണ്ടാകും. നമ്മൾ അറിയാൻ നേരം വൈകിയാണ്. ഇത്രയും കാലം നമുക്ക് അറിയാൻ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം അറിയാതെ പോയത്. എന്നാൽ നിങ്ങൾ എപ്പോഴാണ് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷുഗർ കൂടിയിട്ട് ഛർദിയോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമൊക്കെ തോന്നുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിഷന് ആവശ്യമുള്ള സംഭവങ്ങളായിരിക്കും. അല്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല, 300 കണ്ട് ഒരു റെഗുലർ ടെസ്റ്റിൽ 300 കണ്ട് എന്നത് വെച്ചാൽ നിങ്ങൾ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ സമാധാനത്തിൽ നല്ലൊരു ഡോക്ടറെ പോയി കണ്ട് ടെസ്റ്റുകളൊക്കെ ചെയ്യാം. ഒന്ന് കൺഫേം ആക്കുക. HbA1c, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, PPBS, നമ്മൾ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ചികിത്സ സ്റ്റാർട്ട് ചെയ്യുക. ചികിത്സ സ്റ്റാർട്ട് ചെയ്ത് ഭക്ഷണ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നു, ചെറിയ നടത്തം, എക്സസൈസൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് റിക്കവറി നേടിയെടുക്കാൻ കഴിയും. ഇപ്പോൾ റഷീദ് ആ ആഴ്ചയിൽ തന്നെ ആക്ഷനൊക്കെ എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷുഗർ 280 നിന്ന് 130 ഒരു 3 ആഴ്ച കൊണ്ടെത്തി. ഇത്തരത്തിലുള്ള റഷീദുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.